ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എൻ്റെ റംസാനിലെ 13ാമത്തെ ദിവസത്തെ ഇഫ്താർ വിശേഷമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്, അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അങ്ങനെ അസുരംസ്കാരം എല്ലാം കഴിഞ്ഞ് ഒരു 4:30 മണിക്ക് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കലാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വിനാഗിറൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. ഒന്ന് മുളക് എല്ലാം എത്തുന്ന വിധത്തിൽ ഒന്ന് ചിക്കൻ കുഴച്ചെടുക്കുക. എന്നിട്ട് മൂടിയിട്ടിട്ട് 2 വിസിലടുപ്പിക്കുക. കുക്കർ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 വിസിലടുപ്പിക്കുക. അപ്പോഴത്തേക്കും ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അതവിടെ വെച്ചിട്ട് ഞാനിന്ന് ഇഫ്താറിനുണ്ടാക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതുപോലെ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുള്ളതുകൊണ്ട് വലിയ ഉപകാരമാണ് കേട്ടോ. എത്ര ആൾ വരുന്നുണ്ടെങ്കിലും ആര് ഗസ്റ്റല്ല, ഇഫ്താർ പാർട്ടിയല്ല, എന്തുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കാനും സ്നാക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. നമുക്ക് എന്താ പറയുക, വെജിറ്റബിൾ കട്ടാക്കലാണല്ലോ ഏറ്റവും മടിയുള്ളൊരു കാര്യം. അപ്പോൾ ഇതുള്ളതുകൊണ്ട് അത് നമുക്ക് എളുപ്പത്തിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചോപ്പറിലൊന്ന് കട്ടാക്കി എടുത്തതിന് ശേഷം ഒരു കുക്കറിൽ കുറച്ച് ഗീയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എത്രയാണോ ചിക്കൻ വേണ്ട ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പച്ചമുളക് ചതുക്കുക ജാറിൽ കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കഴുകി ഒഴിച്ച് കൊടുക്കുക. 4 വിസിലടുപ്പിക്കുക. മസാല റെഡിയായി. നമ്മൾ എന്താ പറയുക, ഉള്ളിയെല്ലാം വഴറ്റി അതിന് ശേഷം പച്ചമുളക് ഇട്ട്, ഇഞ്ചി ഇട്ട്, തക്കാളി ഇട്ട്, അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന അതേ മസാലൻ്റെ ടേസ്റ്റും ഒട്ടും കുറയാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാലും ഉണ്ടാവും. അതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എളുപ്പത്തിൻ്റെ ഇടയിൽ നിങ്ങളെ പണിയും തീരും. ടേസ്റ്റിനാണെങ്കിൽ ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ മസാല ആടെ വെക്കുന്ന ആ ടൈം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും കുക്കർ 4 വിസിലടിച്ച് മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മസാല ഇറക്കി വെച്ചിട്ട് ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കുക, അല്ല ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇത് പറയാത്ത ചെറിയ ദം ബിരിയാണി എന്നാ, കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി എന്നാ, എന്ത് വേണമെങ്കിലും ഇത് നമുക്ക് വിളിക്കാം. അത്രയും ടേസ്റ്റാണ്. മസാലൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മസാല അവിടെ മാറ്റി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും വെള്ളം ഒഴിച്ചെടുക്കുക. അങ്ങനെ പാത്രത്തിൽ ഗീയും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുക്കുക. സ്പൈസസ് ഇട്ടെടുക്കുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. ഉപ്പിട്ടെടുക്കുക. തിളക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റൈസ് കഴിച്ച് വെള്ളമൊക്കെ നല്ലോണം വാർത്ത് അതിലിട്ടെടുക്കുക. എന്നിട്ട് റൈസ് ഒന്ന് തിളക്കുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ചോറ് ഒന്നിനോടൊന്ന് ഒറ്റപ്പിടിക്കാതിരിക്കാനും ചോറിന് നല്ല വൈറ്റ് കളർ ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർത്തെടുക്കുന്നത്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിലിടുക, അടച്ച് വെക്കുക. 20 മിനിറ്റ് കുക്കാക്കുക. നമ്മളെ റൈസും റെഡിയായി. അങ്ങനെ റൈസ് റെഡിയാകുന്ന ടൈം തന്നെ ഞാൻ ഇപ്പോഴത്തെ സ്റ്റൗവിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിലിടാം. അതായത് മസാല ദം ചെയ്യുമ്പോൾ, ബിരിയാണി ദം ചെയ്യുമ്പോൾ ഇടാനുള്ള പിന്നെ ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗ്രേവി, മസാലേൻ്റെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ ഗ്രേവി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ ദമ്മിൽ വെച്ചാൽ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോയിനെങ്കിൽ അടുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ആദ്യം ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നത്. ചോറാണെങ്കിൽ ആ ചോറൊന്ന് പിടിച്ചൊരു കട്ട പോലെ ആയി വരും. അതുകൊണ്ട് ഇതുപോലെ ഗ്രേവി ഒഴിച്ചെടുക്കുക. ചോറിട്ടെടുക്കുക. കുറച്ച് മസാല, ഗരം മസാല വറുക്കി കൊടുക്കുക. അണ്ടി മുന്തിരിയൊക്കെ ഒന്നിടുക. അതിൻ്റെ മേലെ മസാല ഇടുക, ചോറിടുക. അങ്ങനെ ആയിട്ട് 20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് അതേ ടൈം തന്നെ ഇപ്പുറം സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്താണെന്ന് വിചാരിച്ചാൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിൽ കുറച്ച് ബട്ടറും ഗീ ഒഴിച്ച്
ഗീയല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2 ചെറിയ സവാളയും 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് വഴറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം അതേ പാനിൽ തന്നെ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ബട്ടറും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 200 ഗ്രാം ചിക്കന് ഇതുപോലെ ചെറിയ പീസാക്കി എല്ലില്ലാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടാകുമ്പോൾ അത് കുക്കായിട്ട് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഉപ്പോ മുളകോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട. ആ ബട്ടറിലേക്കും ഓയിലിലേക്കും ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. കുക്കായതിന് ശേഷം ആദ്യം തന്നെ 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. സോയ സോസിന് ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ ക്യാരറ്റും അതുപോലെ ഉള്ളിയും വഴറ്റി വെച്ചിട്ടില്ല, അതൊന്ന് ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം എല്ലായിടത്തും മസാലയും ഉപ്പും ഒക്കെ പിടിക്കുന്ന വിധത്തിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ആയാലും ക്യാപ്സിക്കൻ ആയാലും എല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം വേണോ ക്യാരറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം. നല്ലോണം ഇളക്കി കൊടുക്കുക. മസാല ഒക്കെ അതായത് ചിക്കനും ഈ വെജിറ്റബിളൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും മസാല എത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ മസാല എല്ലാം ഒക്കെ ആയതിനു ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. അതുപോലെ സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മോർച്ചറല്ല ചീസ് ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ സ്ലൈസ് ചീസ് 5 ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന ടൈം ഇജുണ്ട് എൻ്റെ കൂടെ കിച്ചണിൽ. അപ്പോൾ അവനാണ് ചീസൊക്കെ പൊളിച്ച് ചേർക്കുന്നത്. പിന്നെ അത് അവിടെ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ചീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ അടച്ച് വെച്ചാൽ ചീസ് മെൽറ്റായി കിട്ടും. ആ ചൂട്ടത്തങ്ങ് മെൽറ്റായിക്കോളും. അതിന് ശേഷം ഇതുപോലെ ബണ്ണെടുക്കുക, നടുവെ പൊളക്കുക. എന്നിട്ട് ഒരു പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊളന്ന ഭാഗം കുമ്പുറത്തി വെച്ചിട്ട് ആ ബണ്ണൊന്ന് ചൂടാക്കി വെക്കുക. ആ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇതൊന്നും ഇതാക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഞാനങ്ങനെ എല്ലാ ബണ്ണും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബണ്ണിലേക്ക് ഇതുപോലെ 2 സൈഡും മയോണൈസ് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാല എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. എന്താ പറയുക, കുഴക്കണ്ട, പരത്തണ്ട, ഒന്നും പണിയില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിനധികം വെജിറ്റബിൾസ് ഒന്നും മുറിച്ച് കഷ്ടപ്പെടണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ സ്നാക്ക് ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ബട്ടർ ജ്യൂസാണ് അടിച്ചത്. സ്നാക്ക് ഉണ്ടാക്കിയ ശേഷം ബട്ടർ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സായിട്ട് മുന്തിരി ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. ഇഫ്താറിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡും സ്നാക്കും ഇതാണ്. അപ്പോൾ ബാങ്കിന് വേണ്ടിയിട്ട് പതുപോലെ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പതുപോലെ എല്ലാം തറാവി നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം രാത്രി ലാസ്റ്റ് സ്നാക്കും ഫ്രൂട്ടും ലൈമും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തായാലും കമൻറ്റ് ചെയ്യാതിരിക്കരുത്. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. ബൈ ബൈ.